നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. നിരോധനത്തിനെതിരെ റഷ്യൻ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് തേജസ് കരിയ തള്ളി. IT ആക്ഷൻ സെക്ഷൻ 69A പ്രകാരം രാജ്യസുരക്ഷയും പൊതുക്രമവും മുൻനിർത്തി ഒരു പ്ലാറ്റ്ഫോം നിരോധിക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ജൂൺ 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷ അട്ടിമറിക്കാനും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ടെലഗ്രാം വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശുപാർശയെ തുടർന്നാണ് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയത്. ജൂൺ 22 വരെയാണ് ഈ താൽക്കാലിക നിരോധനം നിലനിൽക്കുക. കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി ടെലഗ്രാമിന്റെ പ്രത്യേക ഘടനയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അതിന്റെ സങ്കീർണമായ സാങ്കേതിക ഘടന കാരണം ടെലഗ്രാം ഒരു ഫ്രാങ്കൻസ്റ്റൈൻ രാക്ഷസനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു. ടെലഗ്രാമിലെ ഫീച്ചറുകൾ തട്ടിപ്പുകാർക്കും പരീക്ഷാ മാഫിയകൾക്കും തഴച്ചു വളരാൻ എളുപ്പമുള്ളതാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ചൂണ്ടിക്കാട്ടി. ഒരു ഉപയോക്താവിനെ ഒരേ സമയം 40 ബോട്ടുകൾ വരെ ഇതിൽ നിർമ്മിക്കാൻ കഴിയും. ക്ലൗഡ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ടെലഗ്രാമിലൂടെ കുറ്റപത്രം ചെയ്യുന്ന യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയില്ലെന്നും കേന്ദ്രം വാദിച്ചു. പഴയ പോസ്റ്റുകളിലെ ഫയലുകൾ മാറ്റി പുതിയ ചോദ്യപേപ്പർ എന്ന വ്യാജേനെ തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത് തടയാൻ ടെലഗ്രാമിന്റെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ റദ്ദാക്കിയതായും കേന്ദ്രം കോടതിയെ അറിയിച്ചു. പേപ്പർ ലീക്ക്ഡ് നീറ്റ്, റീനീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ തുടങ്ങിയ ഗ്രൂപ്പുകളുണ്ടാക്കി ആയിരക്കണക്കിന് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങി തട്ടിപ്പ് നടത്താൻ ചിലർ ശ്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ഒരു ഗ്രൂപ്പ് ബ്ലോക്ക് ചെയ്യുമ്പോൾ തട്ടിപ്പുകാർ ഉടനടി മറ്റൊന്ന് നിർമ്മിക്കുന്നതിനാലാണ് ആപ്പ് തന്നെ താൽക്കാലികമായി നിരോധിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. നേരത്തെ നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ജൂൺ 21 പുനഃപരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ താൽക്കാലിക നിരോധനം അത്യാവശ്യമാണെന്ന സർക്കാരിന്റെ വാദം കോടതി പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു.